വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും കെഎസ്ഇബിക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് തിരുവമ്പാടി സ്വദേശി അജ്മലിന്റെ കുടുംബം. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് അജ്മലിന്റെ അമ്മയുടെ പരാതി. വൈദ്യുതി വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. അതേസമയം ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കെഎസ്ഇബി ജീവനക്കാർ തിരുവമ്പാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തിരുവമ്പാടി കെഎസ്ഇബി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള കണക്ഷനാണ് കെഎസ്ഇബി വിച്ഛേദിച്ചിരുന്നത്. പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നതോടെ ഉപാധിയുമായി കെഎസ്ഇബി രംഗത്തെത്തി. ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട്. ജീവനക്കാർക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി. പ്രതിഷേധം ശക്തമായതോടെ ഉപാധികളില്ലാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. നടപടിയിൽ സന്തോഷമെന്ന് റസാഖിന്റെ ഭാര്യ മറിയം. നമുക്ക് ഒരുപാട് സന്തോഷമായി, പിന്നെ സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ജനങ്ങള്, നാട്ടുകാരും ഞങ്ങളെ പാർട്ടിക്കാരും കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകര്, പിന്നെ ഞങ്ങളെ മഹിളാ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട്, പിന്നെ ഇന്നലെ ഉച്ചക്ക് മുതൽ ദൂരിക്കൊണ്ടായ സമയം മുതൽ പിന്നെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് സഹായിച്ച്. ബോസ് ചെക്കപ്പൊക്കെ ഇന്നലെ രാത്രി എപ്പോഴാ പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പൊളിച്ചക്ക് നന്നായിരുന്നു. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. ഇവരുടെ വൈദ്യുതി വിച്ഛേദിച്ചത് അവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തതാണ്. അത് സ്വാഭാവികമായതിന് ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ചെയ്ത ആളുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. മറിയം നൽകിയ പരാതിയിൽ കെഎസ്ഇബി ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജീവനക്കാർ അസഭ്യം പറഞ്ഞെന്നും മറിയത്തിന് മാനഹാനി ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വിഷയത്തിൽ കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തിരുവമ്പാടി കെഎസ്ഇബി ഓഫീസ് ആക്രമിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഇത്തരം അക്രമികളെ താലോലിക്കുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുത്തുന്നതിന്, അത് ഏത് ലേവലിലായാലും ഒറ്റപ്പെടുത്തുന്നതിന് ഈ സമൂഹം തയ്യാറാകണമെന്നും അതോടൊപ്പം ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഈ തൊഴിലാളിക്ക് അവന്റെ സമരായുധം എന്ന് പറയുന്നത് പണിമുടക്കമാണ്. ഈ കേസ് ഇവിടെ വളരെ സജീവമായി സംസ്ഥാനത്താകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിനെ ആകെ ഡൈവേർട്ട് ചെയ്തതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കള്ളക്കേസ് മാത്രമാണിത്. ഈ കള്ളക്കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നിയമ നടപടികളുമായി വളരെ ശക്തമായിട്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ നിലനിൽക്കും. ന്യൂസ് 18 തിരുവമ്പാടി.